ഞങ്ങള് വില്ലേജ് ഓഫീസിൽ എന്താ സാർ? ഈ സ്ഥലത്തിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ആരാ അതിന്റെ ഓണർ? ടോണി, ഒരു മിനിറ്റ്, ഇപ്പൊ വരും. സാറേ, എന്താ പ്രശ്നം? നിങ്ങൾ സർക്കാർ ഭൂമി അതിക്രമിച്ച് കയ്യേറുന്നതാണ് പരാതി. അതിക്രമിച്ചെന്നാ? സാറേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഈ ഭൂമിയുടെ ഉടമസ്ഥൻ മുരളി എന്നയാളാ. ഞങ്ങളിത് ലീസിനെടുത്ത ഭൂമിയാ. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യം. ഇതിപ്പോ സർക്കാരിൽ നിന്ന് പരാതി വന്ന സ്ഥിതിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാതെ ഒരു പരിപാടി നടക്കൂല. അല്ല സാറേ, അങ്ങനെ പറഞ്ഞ സാറേ, ഒരു മിനിറ്റ്, ഇപ്പൊ ഇവിടുത്തെ ഓർഡർ വിളിച്ചുതരാം. അല്ല, അതൊക്കെ നിങ്ങൾ എന്നാ വെച്ചാൽ അയക്കോ. കൂടുതൽ എന്തെങ്കിലും നാളെ വില്ലേജ് ഹൗസിലേക്ക് വന്നാൽ മതി. വാടോ. അല്ല സാറേ, ഒരു മിനിറ്റ്, ഇപ്പൊ തന്നെ സോർട്ട് ഔട്ട് ചെയ്യാം സാറേ. ചന്ദ്ര സാർ വിളിച്ചോണ്ടിരിക്കാന്നേ. ഗോപി സാറേ, ആ തിയേറ്ററിന്റെ വഴി പ്രശ്നം കേസായിട്ട് കേട്ടോ. അത് ശരി. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് വെയിറ്റ് ചെയ്യണതല്ലേ സാറേ? നമ്മൾ അതിൽ കൂടുതലായി സാർ. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്, എളുപ്പമല്ല കാര്യങ്ങള്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ലേ? ഗവൺമെന്റ് കാര്യങ്ങളാണ്, എളുപ്പമല്ല മക്കളെ. വസ്തുവിന്റെ ഉടമസ്ഥൻ സ്ഥലത്തില് സാറേ, ഞങ്ങള് ലീസിനെടുത്ത ഭൂമിയാ. ഇതില് തണ്ടപ്പേരിൽ കുറച്ച് പ്രശ്നം കാണിക്കുന്നുണ്ട്. ചിലപ്പോ റീസർവ് വേണ്ടി വരും. സാറേ, പുള്ളി സ്ഥലത്തില്ല, യാത്രയില്ല. ആ, യാത്രയൊക്കെ കഴിഞ്ഞ് വരട്ടെ. അല്ല സാറേ, അത് തന്റെ പേരിലുള്ള സ്ഥലമാണോ? അല്ലല്ലോ സാർ. എന്തെങ്കിലും ഒരു ഓടാ. എടാ, മുരളി സാർ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റാക്കിയാൽ പോലും റീസർവേ തണ്ടപ്പേരെന്നെല്ലാം പറഞ്ഞ് ഇതങ്ങാ ചുമ്മാ തള്ളി നീക്കത്തുള്ളൂ. മാത്രമല്ല, എന്തോ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്തെങ്കിലും കൊടുത്തൊന്ന് സെറ്റിലാക്കിയേ പറ്റൂ. എന്ത് കൊടുക്കാനാ? അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇത് പെട്ട് നിൽക്കുമല്ലേ. ദയാ പുള്ളിയെല്ലാം റെഡിയാക്കി തരാമെന്നാണ് പറയുന്നത്. നീ ഒന്ന് സംസാരിച്ചു. ആ ചേട്ടാ, നമ്മളിപ്പോ സംസാരിച്ചില്ലേ? ഇപ്പൊ പറഞ്ഞേ. സാറിന് ലീവില്ല, പക്ഷെ നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറയണേ. ഈ കേസ് ഞാൻ ഡീൽ ചെയ്ത് തരാം. സിമ്പിൾ കേസല്ലേ ഉള്ളൂ, സിമ്പിളായി ഡീൽ ചെയ്യാം. പൈസയുടെ പാടില്ല, പൈസയുടെ പാടില്ല. അതെ, സാറിന്റെ റൂമിലേക്ക് 4 കുഷൻ ചെയർ ഓർഡർ ചെയ്തിരിക്കായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്നേ. സാർ അങ്ങനൊന്നും പറയില്ലല്ലോ, പക്ഷെ ബില്ല് എന്റെ പേര് വേണം. കുഷൻ ചെയർ? ആ, 25,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. ചെറുപ്പക്കാര് പറ്റടവേ, എന്നാലും നമുക്കൊരു ഗുമ്മുള്ളൂ. സെറ്റാക്കാന്നേ. അതെ, വില്ലേജിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അനധികൃതമായ ഭൂമിയിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന്. മേഡം, അത് അനധികൃത ഭൂമിയൊന്നും അല്ല. എന്തായാലും തൽക്കാലം ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. മാഡം, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇത് എങ്ങനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ആരോടെങ്കിലും തിരക്കിയിട്ട് ചെയ്യണ്ടേ? ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. വില്ലേജ് ഓഫീസിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാണെങ്കിൽ ബാക്കി എന്തെങ്കിലും നോക്കാം. സാറേ, ഇതൊന്ന് ശരിയാക്കി തന്നാ. തന്നോട് അന്നേ ഞാൻ പറഞ്ഞതല്ല, ഇത് ശരിയാവാൻ സമയമെടുക്കും. അല്ല സാറേ, ഈ കസാരകളൊക്കെ നമ്മളാണല്ലോ. കസാരയോ? എന്താ താനും ഉദ്ദേശിച്ചേ? ആ, നമ്മളാണല്ലോ അന്നത് മേടിച്ചത്. അന്ന് ഈ പ്യൂൺ പറഞ്ഞിട്ട്. എഴുന്നേക്കടോ, എഴുന്നേക്കാൻ. അവന്റെ ഒരു കസേര. സാറിന്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞേ. പുള്ളിക്ക് അറിയാന്ന് വിചാരിച്ചാ ഞങ്ങൾ. അത് എല്ലാവർക്കും അറിയാവുന്ന കേസ്, പക്ഷെ അത് പറയാനും ഡീൽ ചെയ്യാനും സമയം വേണ്ടേ? സമയം എടുക്കാനാണ് കസേര ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് ശരി, ഞാൻ ഉണ്ടാക്കി തരാടാ, ഉണ്ടാക്കി തരാം. ചേട്ടാ, പരിപാടി
ഇവൻ അവനിട്ട് ചൊറിഞ്ഞില്ലേ, അതിന്റെ ചുരുക്ക് തീർക്കുക. എടാ ഇതിനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയല്ലേ? ഇടയത് പാർട്ടിക്കാരെ എത്ര സോൾവ് ചെയ്താലും അവസരം കിട്ടിയ അവർ പണിയും. എന്റെ അനിയനും എന്റെ കൂടെ അല്ലേ? എന്താ ഇവിടെ പരിപാടി? ഫ്ലോറിക്കൾച്ചർ. സാറേ എന്താ പ്രശ്നം? എന്ത് ചെടിയാണ് അത്? ഇത് പൊതുക്കാൻ എന്തോ ഒരു മാർഗം. ഒതുക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഇവൻ അവനോട് പോയി മാപ്പ് പറഞ്ഞാലുണ്ടല്ലോ, കാലേ പിടിച്ച കാര്യം നടക്കും. പിന്നെ ഇച്ചിരി ചിക്കിള് കൂടി കൊടുത്താ. വന്നേ, നിന്റെ ഈ പൂവും പറയും കൊണ്ടൊന്നൊരു കാര്യമില്ലെന്നറിയാം. കഞ്ചാവിലുണ്ടോടാ? സാറേ എന്തായി പറയുന്നത്? ഇത് കഞ്ചാവൊന്നും അല്ല. അങ്ങനെ എനിക്ക് തീർക്കണ്ട. എടാ ഇനി ആ വില്ലേജ് ഓഫീസറൊക്കെ അവരുടെ ആളാ. എടാ പറയളപ്പ പൈസ എന്തുമാത്രം ചിറക്കിരിക്കും നമ്മള്. കാല് പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ഏട്ടാ. അത് ഞങ്ങളും കൂടെ ഒന്ന് നോക്കട്ടാ. നീ UK കോണത്തിലൊന്നും പോണില്ലടാ. നീ ദിനേശ് സാറിന്റെ വീട്ടിലൊന്ന് കയറിയായിരുന്നല്ലേ? കൊള്ളാലോടാ മുതലുകള്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കയറട്ടാ. ഇങ്ങോട്ട് അവിടെ അടങ്ങി നിൽക്കണം. ഇങ്ങോട്ട് അവിടെ കച്ചവടം നടത്തണം. അവിടെ നോക്കണോ? എല്ലാം നോക്ക്. കോമ്പൗണ്ട് മൊത്തം ചെക്ക് ചെയ്യണം. കൃഷി എന്നും പറഞ്ഞ് ഇറങ്ങിയേക്കണം. സാറേ അവിടെ ഒരു ഇല പോലും കണ്ടേക്കുന്നത് അവിടെ നിന്നും. നീ എന്നടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്റെ വായിൽ എന്നാ പഴം തിരി വെച്ചേക്കാണോടാ? സാമി ചേട്ടാ, നിങ്ങൾ പറഞ്ഞനുസരിച്ച് ലോഡേഴ്സിൽ അവന് പൈസയും കൂട്ടിക്കൊടുത്ത് ലോഡ് പോനെ കൊണ്ടുവന്നേ. പിന്നെ ബെന്നി ഇതെന്റെ കാര്യമല്ലേ, നിങ്ങളെന്തിനാ ഇവരെ വലിച്ചടയ്ക്കുന്നേ? അല്ല, ഇവര് പറഞ്ഞനുസരിച്ച് ഇന്ന് എക്സൈസുകാർ വന്ന് കഞ്ചാവെന്നും പറഞ്ഞ് ഈ ചെറുക്കനും 3-4 പിള്ളേരും കൂടി ചേർന്ന് കുറച്ചധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. ഒന്ന് തീർത്തതാ. എടാ നീ അതിനിടയ്ക്ക് ഈ നാറി കാണിച്ച് ഷോ നീ കണ്ടല്ലേ? നിന്നെ ഞങ്ങൾക്ക് തല്ലാൻ കഴിയാഞ്ഞിട്ടല്ലടാ, ഇതിനേക്കാളും വലിയ പണി നിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ തരാന്ന് വെച്ചിരിക്കുമ്പോഴാ നീ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഇതേ ഞങ്ങളുടെ സ്ഥല, ഞങ്ങള് പറയുന്നതേ നടക്കൂ. അതിൻ്റെ ഇടയ്ക്ക് അവന്റെ പൂവും പറയും. ചുമ്മാ ഇരടാ, തീർക്കാം. എടാ തീർക്കാടാ. നീ ഇന്ന് പോയിട്ടേ നാളെ ഇങ്ങ് വാ. അന്നേരം ഇവിടെ കുറെ ആളുകൾ കാണും. അവരുടെ കാങ്കലെ നീ എൻ്റെ ഈ കാലേലൊന്ന് പിടി. അപ്പൊ എല്ലാം ശരിയാക്കി തരാം. മനസ്സിലോടോ? ചേട്ടാ എന്താ മോളെ ഇത്? ഞാൻ ഈ നാട്ടുകാരുടെ എന്ത് സമാധാനം പറയും? അച്ഛ അങ്ങനൊന്നും ഇല്ല അച്ഛ. മതി, നിർത്തിക്കൂ. ഇത്രയും പ്രായമായ ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ നടക്കല്ല പരിപാടി. എടി, ഞാൻ എന്തോരം സപ്പോർട്ട് ചെയ്തിട്ട് അപ്പയമ്മ ഇതൊക്കെ സമ്മതിച്ചേ. ഇപ്പൊ ന്യൂസ് കണ്ടില്ലേ? സത്യമല്ലെന്നറിയാം.
സത്യമല്ലെന്ന് അറിയാലോ ചേട്ടാ. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ എന്നെ ഇല്ല 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 ഇനി നിന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എത്രയും പെട്ടെന്ന് IELTS പാസ്സാവുന്നു. അപ്പച്ച അങ്ങനെയൊന്നും അല്ല. മര്യാദക്ക് പഠിച്ച പരീക്ഷ എഴുതി പാസ്സായി പുറത്തു പോയി കുടുംബം രക്ഷിച്ചോണം. അമ്മച്ചി ഞാൻ പറയുന്നത് അതങ്ങനെ പാതി വഴി കിട്ടേശ്വർ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? അച്ഛാ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരാനാണെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി ഇതിന്റെ കീ എന്തേ? അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയാ. അഞ്ചാം കച്ചവടത്തിന് കൊണ്ടുപോകണല്ല. ചേട്ടന്റെ വീട്ടിൽ കയറി വെള്ളം ഉണ്ടാക്കിയില്ലേ? എടാ നീ ഒന്നും കാര്യാക്കണ്ട. തൽക്കാലം നീ സമാധാനായിട്ടിരിക്കും. പിന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നിന്റെ മാത്രം പ്രശ്നമായിട്ട് കാണുകയാൻ വേണ്ട. നമ്മുടെ നാട്ടിലെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അപ്പ ഞാൻ പുറത്തേക്ക് പോയിക്കോളാം. പുറത്തു പോയി ജീവിച്ചോളാം. നീ ഇത് പറയുമെന്ന് എനിക്കറിയായിരുന്നു. ഇത് നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണമായിരുന്നു. എന്തിനു ചുറ്റും ഉണ്ടായിരുന്നവരൊക്കെ? എടാ നിനക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചവരൊക്കെ എന്ത് ചെയ്യുന്നു? എടാ കൊച്ചേ, ചോറുണ്ടാക്കി ഉരുട്ടി വായിലോട്ട് വെച്ചെന്നാ മാത്രം വിഴുകാൻ അറിയാവുന്നവനാ നീ. അതൊക്കെ അറിയില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഞാൻ എല്ലായിടത്തോട്ട് കയറ്റി വിടാന്ന് വിചാരിച്ചേ. അപ്പൊ നിനക്ക് ഇവിടെ കിടന്ന് തന്നെ ഒരു ഒഴിയണം. എടാ ഇങ്ങനെ പാതി വഴി കിട്ടാച്ചു പോകുന്നവരൊന്നും കൃഷി എന്നല്ല, ജീവിതത്തിൽ എന്നാ ചെയ്താലും രക്ഷപ്പെടുകയില്ല. എടാ ഒരു പ്രശ്നം വരുമ്പോ ഒളിച്ചോടുന്നതിനേക്കാൾ നല്ലതേ നീയൊക്കെ പോയി ചാകുന്നത്. എടാ റോഹിച്ചിനെ ഇത്രയും നാൾ ഒരുത്തന്റെ മുന്നിൽ തലകുനിക്കാതാ നിന്നെ എത്രത്തോളം വളർത്തിയതും ജീവിച്ചതും. എന്നിട്ടിപ്പോ മോൻ താരേം കുറിച്ച് കണ്ണീര് ഒലിപ്പിച്ച് വന്നിക്കുന്നു. എടാ നെഞ്ചുറപ്പുള്ളവരാണെങ്കിലേ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടോ, അല്ലാതെ അപ്പന്റെ അമ്മ. ഹലോ സന്ദീപ് സാർ. ടോണി സാർ എനിക്കൊരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പാ വേണ്ടേ? സാർ അത് കുറച്ച് പേരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്ത് തരാമോ? തരാലോ. അതിന്റെയൊക്കെ വേണ്ടേ? എന്നാ പറ്റി? ഇനി എന്നതാ നിന്റെ പരിപാടി? മൈക്കിളച്ച, എനിക്ക് മുഖ്യമന്ത്രി ഒന്ന് കാണണം. മുഖ്യമന്ത്രി? ലിസ്റ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ വലിയ ഇടപാടാ. അതിന് ആരെങ്കിലും കൊണ്ടൊക്കെ വിളിച്ചു പറയിച്ചാ ചിലപ്പോ. അപ്പൊ നമ്മുടെ നാട്ടിൽ ശുപാർശയില്ലാതെ ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റത്തില്ലേ? അതിപ്പോ സെക്രട്ടേറിയറ്റിലോടൊക്കെ ചെന്നാ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും. എടാ നമുക്കിത് കൂട്ടൊരു പരിപാടി പിടിച്ചാലോ? എടാ ഈ കാലത്തെ നമ്മൾ പ്രതിഷേധിക്കേണ്ട രീതികൾ ആദ്യം മാറണ്ടേ, എന്നാലേ തീരുമാനങ്ങളുണ്ടാവും.